ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് ആൻഡ് മിച്ചൂസ് വേൾഡ്. ഇന്ന് ഞങ്ങളീ പോകുന്നത് കുറഞ്ഞത് ഞാൻ 3 വർഷമായി പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ്. വെക്സ്ഫോർഡിലുള്ള ബെറി ഫാമും ലാവൻഡർ ഫാമും. ഞാൻ അയർലൻഡിൽ ആദ്യമായി വന്നപ്പോൾ തൊട്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ സ്ട്രോബെറി പിക്കിംഗ് ഫാം ഉണ്ടെന്ന്. അപ്പം അന്ന് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു സമ്മറിൽ ഇങ്ങനെ ഒരു സ്ട്രോബെറി ഫാമിൽ പോകണം, സ്ട്രോബെറി എല്ലാം നമ്മളായിട്ട് ഫ്രഷായിട്ട് പറിച്ച് കഴിക്കണം എന്നെല്ലാം. പക്ഷേ ഇതുവരെ ഈ 3 വർഷമായിട്ട് എനിക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞത് ഈ സമ്മറിൽ എന്തായാലും വെക്സ്ഫോർഡ് പോയി അല്ലെങ്കിൽ ഡബ്ലിനിൽ പോയി സ്ട്രോബെറി ഫാമിൽ പോയിട്ട് എനിക്ക് സ്ട്രോബെറീസ് ഡയറക്റ്റ് പറിച്ച് കഴിക്കണമെന്ന്. വീട്ടിൽ സ്ട്രോബെറി ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും ഈ ഫാമിൽ നിന്ന് പറിച്ച് കഴിക്കുക എന്നുള്ളത് എൻ്റെ കുറച്ചൊരു 2-3 വർഷം ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്തവണ പോയപ്പം ഞങ്ങളുടെ കൂടെ റിനി ചേച്ചിയും ടിബിൻ ചേട്ടനും പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ്, പക്ഷെ അവർ കഴിഞ്ഞ സമ്മറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഈ എക്സൈറ്റ്മെൻറ്റോ സന്തോഷമൊന്നും അവരുടെ മുഖത്തില്ല, പക്ഷെ അവർ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പം ഞങ്ങളിവിടെ കയറുമ്പോൾ തന്നെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഈ ഡബ്ലിനിലെ കുറച്ച് സ്ട്രോബെറി ഫാമിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഒന്നും എൻട്രൻസ് ഫീസ് ഇല്ലെന്ന്. പക്ഷേ ഇവിടെ എൻട്രി ഫീസും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഓരോ ബോക്സുകൾ തരും. ഞങ്ങൾ 4 ബോക്സാണ് എടുത്തത്, 2 ഞങ്ങൾക്കും 2 അവർക്കും. അപ്പം ഈ 4 ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറി നമ്മൾ പറിച്ച് അതിൻ്റെ തൂക്കം ലാസ്റ്റ് പോകാൻ നേരത്തെ അവർ നോക്കി അതിൻ്റെ പേയ്മെൻറ്റും കൂടി ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പം ഒരുപാട് സ്ട്രോബെറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നത് കറക്റ്റ് സമയത്താണെന്ന്. അതായത് കൂടുതൽ പച്ചയുമല്ല, എന്നാൽ എല്ലാം പഴുത്ത് പോയിട്ടുമില്ല. അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നല്ല പഴുത്ത നല്ല മധുരമുള്ള സ്ട്രോബെറീസ് കിട്ടി. അപ്പം ഞങ്ങൾ കൊണ്ടുപോയ 2 ബോക്സിൽ നിന്ന് 1 ബോക്സ് ഞങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തു. അവർ ആ സ്ട്രോബെറി കൊണ്ട് ജാം വരെ ഉണ്ടാക്കി. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സ്ട്രോബെറി ആയിരുന്നു എന്ന് അവർ തന്നെ കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആയിരുന്നു അവിടെ ഉള്ളതെല്ലാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലെല്ലാം വിളിച്ച് ഡയറക്റ്റ് എല്ലാവർക്കും ഈ സ്ട്രോബെറി ഫാം എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഫാം കാണുന്നത്. അതുപോലെ വീഡിയോയിലാണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരും അത് കണ്ടപ്പം അവർക്കും ഭയങ്കര സന്തോഷം തോന്നിയെന്ന് ഞങ്ങൾക്ക് ഒരു ഫീൽ ചെയ്തു കേട്ടോ. ഈ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ വാട്ടർ മെലൺ ഫാമും ഉണ്ട്, പൊട്ടറ്റോ ഫാമും ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഒന്നും ആയിട്ടില്ല. വാട്ടർ മെലണൊക്കെ കംപ്ലീറ്റ്ലി പച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് സ്ട്രോബെറിയുടെ ഏരിയ മാത്രം കവർ ചെയ്തിട്ട് ഞങ്ങൾ ലാവൻഡർ ഫാമിലേക്ക് പോയി. ആക്ച്വലി ഇന്ന് അച്ഛന് നൈറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എത്രമാത്രം സ്പീഡിൽ കാണാൻ പറ്റുമോ അത്രമാത്രം സ്പീഡിലെല്ലാം കാണാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പറിച്ചെടുത്ത സ്ട്രോബെറി എല്ലാം തൂക്കി അവിടെ നിന്ന് അതിൻ്റെ പേയ്മെൻറ്റും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി, അതായത് ലാവൻഡർ ഫാം. അപ്പം ഈ ലാവൻഡർ ഫാം ഈ സ്ട്രോബെറി ഫാമിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് പോകുന്ന വഴിയാണ്, അതായത് തികച്ചും ഒരു കൗണ്ടി ഏരിയയാണ്, പക്ഷേ എല്ലാം പുതിയ പുതിയ വീടുകളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സ്ട്രോബെറി ഫാമിൽ നിന്ന് എല്ലാ സ്ട്രോബെറി എല്ലാം പറിച്ച് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അപ്പോൾ വിശന്നില്ല. പക്ഷേ ഒരു 45 മിനിറ്റ് 1 അവർ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്കെല്ലാം ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. സമയം ഓൾറെഡി 3-3:30 ആവുകയും ചെയ്തു. ചേച്ചിയൊക്കെ പറഞ്ഞു ഈ ലാവൻഡർ ഫാമിൻ്റെ അടുത്ത് തന്നെ അതിനോട് ചേർന്നൊരു കഫേ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പം ഞങ്ങൾ ആദ്യം അങ്ങോട്ട് നേരെ കഫേ പോയിട്ട് പിന്നെ ഫാമിൽ പോകാമെന്ന് കരുതി. പക്ഷേ ഈ ഫാമിന് അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം അങ്ങോട്ടാണ് ആദ്യം ഓടിയത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ കഫേയിലേക്കൊന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം 3:30-4 മണി ആയില്ലേ, എല്ലാം ഓൾമോസ്റ്റ് തീർന്നു. ആകെയുള്ളത് കോഫിയും മഫിൻസും കേക്കും അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള സ്നാക്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും കുറച്ച് നേരം പിള്ളേരെ പാർക്കിൽ കളിപ്പിച്ചിട്ട് ഞങ്ങൾ മെല്ലെ കഫേയിലേക്ക് നടന്നു. കഫേയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് ഒരു ലാവൻഡർ ഫാം എന്നതുപോലെ തന്നെ പർപ്പിൾ കളറായിരുന്നു. ഒരു ലാവൻഡറിൻ്റെ ഒരു തീം പോലെ വെച്ചിരിക്കുകയാണ്. അതായത് അവിടെയുള്ള ടേബിൾ ആവട്ടെ, അവിടെയുള്ള ഓരോ ഡെക്കറേഷൻസ് ആവട്ടെ, എല്ലാം പർപ്പിൾ കളറായിരുന്നു. അതിൻ്റെ പേര് തന്നെ പർപ്പിൾ കഫേ എന്നായിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഫേയിലേക്ക് കയറുന്നതിന് മുമ്പ് അതിനോട് ചേർന്ന് ഒരു ഷോപ്പാണ്. ഗ്രീറ്റിംഗ് കാർഡും ലാവൻഡറിൻ്റെ സ്പ്രേ, ക്യാൻഡിൽസ് അങ്ങനെയെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കഫേ വരുന്നത്. ഇത് കഫേ നമുക്ക് ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം അവിടുത്തെ ടേബിൾ അടക്കം പർപ്പിൾ കളറായിരുന്നു. ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഉള്ള ഒരു അതിനോട് ചേർന്ന് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു റൂമും കൂടെ അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയൊരു ടോഡ്ലേഴ്സിനൊക്കെ
കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു റൂമും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയ നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ലാറ്റയും മഫിൻസും കേക്കും അങ്ങനെയെല്ലാം വന്നു. അതെല്ലാം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം ടിബിൻ ചേട്ടൻ പറഞ്ഞു, ടിബിൻ ചേട്ടൻ പിള്ളേരെ നോക്കിക്കോളാം, നിങ്ങൾ പെട്ടെന്ന് പോയി ഫാം കണ്ടിട്ട് വരാൻ. കാരണം നമുക്ക് ഒന്നാമത് ഹറിബറിയായി ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. അച്ചാച്ചന് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് തന്നെ ഞാനും അച്ചാച്ചനും റിനി ചേച്ചിയും കൊച്ചും കൂടി പെട്ടെന്ന് ഫാം കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഫാം ഓവറോൾ കണ്ടപ്പം എനിക്ക് തോന്നിയത് അടുത്ത സമ്മറിൽ വീണ്ടും വന്ന് കാണാൻ മാത്രം ഉണ്ടോ എന്ന് ഒരു ഡൗട്ടായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചത്ര പൂക്കളില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നല്ല മണമായിരുന്നു. അതായത് ലാവൻഡറിൻ്റെ നല്ല മണമാണ് അവിടെ മൊത്തം നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. വെക്സ്ഫോർഡിൽ നിന്ന് ഏകദേശം 1 അവർ ഉണ്ടായിരുന്നു ഡബ്ലിനിലേക്ക്. പക്ഷെ ഒരു 6-6:30 വീടെത്തിയത് കൊണ്ട് അച്ചാച്ചൻ കറക്റ്റ് ടൈമിൽ ഡ്യൂട്ടിക്ക് കയറാനും പറ്റും. ആക്ച്വലി 1 ഡേ ട്രിപ്പ് ആയിരുന്നെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.